ട്രെന്നാണെങ്കിൽ മരിക്കാൻ പോകുന്ന ആളാവാണ്. അന്നേരം എൻസി പറയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയുമ്പോൾ ക്ലെയിം പറഞ്ഞു കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ അവൾ ഓക്കെ ആവുന്നു. അങ്ങനെ അവർ നേരെ വെള്ളത്തിലേക്ക് ഇടുവാണ്. പക്ഷേ എന്നാലും അവൾക്ക് ഭയങ്കര ഭയമായതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഇങ്ങനെ ഒച്ചപ്പാടൊക്കെ ആക്കുന്നുണ്ട്. അപ്പോഴാണ് അവളെ പിടിച്ച് മുക്കാണ് ക്ലെയിം. അപ്പം തന്നെ അവൾക്ക് ശ്വാസം കിട്ടാതെ അവൾ മരിച്ച പോലെ അങ്ങോട്ട് ആവാണ്, താഴെ മുങ്ങിപ്പോവാണ്. അത് കണ്ട് എൻസി കുറേ കരയുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞേരം അവൾക്ക് ഇങ്ങനെ ശ്വാസം എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് കണ്ടേരം അവൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇവിടെ കുറേ DNA വെച്ചിട്ടാണ് ഇവരിങ്ങനെ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കരയിലും പുറത്തും നല്ല രീതിയിൽ ശ്വാസം എടുക്കാൻ സാധിക്കും. പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞു അവർ കണ്ടുപിടിച്ച വേറൊരു ജീവിയെ പ്രസന്റ് ചെയ്യാൻ കമ്പനിയിലേക്ക് എല്ലാവരും അവസരം കൊടുക്കുകയാണ്. പക്ഷേ ഈ തവണ അതിനെ ഒന്നിച്ചിടുമ്പോൾ രണ്ടും കൂടി ഫൈറ്റ് ചെയ്ത് രണ്ടും കൂടി ചാവാണ്. അതിലൊരു ഫീമെയിലിൻ്റെ ജെൻഡർ പെട്ടെന്ന് ചേഞ്ചായി മെയിലായി മാറാണ്. രണ്ട് മെയിലിനെ ഒന്നിച്ചിട്ടുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ അവരുടെ കമ്പനിയിലെ ബോസ് പറയാണ് നിലവിലുള്ള എക്സ്പീരിമെൻ്റ് എല്ലാം തൽക്കാലം നിർത്തിവെക്കാനാണ് പറയുന്നത്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞ് ട്രെൻഡ് വലിയൊരു പെൺകുട്ടിയായി മാറുവാണ്. അവൾ സ്വന്തം കുട്ടീനെ പോലെയാണ് നോക്കുന്നത്. കഥകൾ പറഞ്ഞു കൊടുത്തും അങ്ങനെയാണ് നോക്കുന്നത്. എന്നാൽ എൻസിയുടെ ആ ലാബിൽ നിർത്തുന്നത് സേഫ് അല്ല എന്ന് പറഞ്ഞതിൽ അവിടെ നിന്ന് എൻസി പഴയ വീട്ടിലേക്ക് മാറാണ്. അങ്ങനെ അവിടെ എത്തിയതും നേരെ കാട്ടിലോട്ട് ഓടുവാണ്. ഒരുപാട് നേരം നോക്കിയിട്ടും അവസാനം അവളെ കാണുവാണ്. ആ സമയം അവൾ ഒരു മാനിനെ പിടിച്ച് പച്ചക്ക് തിന്നുമായിരുന്നു. പുറലോകം കണ്ടതോടെ അവൾക്ക് പിന്നെ അവിടെ നിൽക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു. പിന്നെ കൊടുക്കുന്ന ഭക്ഷണം പോലും അവൾക്ക് വേണ്ടാന്ന് വെക്കുവാണ്. എൻസി ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ പ്രശ്നമെന്ന്. അപ്പോൾ അവൾ ഓരോ ലെറ്റർ വെച്ച് കാണിക്കുവാണ് എനിക്ക് പുറത്തേക്ക് പോകണം എന്ന്. ഒരുപാട് വയലൻ്റ് ആകുന്നു. മേലെ കയറി ചില്ലൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് കിടക്കാണ്. എൻസി ക്ലെയിമും പുറകെ ഉണ്ട്. അവൾ എങ്ങനെ തിരിച്ചു വിളിക്കണം അവർക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് താഴെ വീഴാൻ നോക്കുവാണ്. അപ്പോൾ ചിറക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പല DNA ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് പല ഇനത്തിലേക്ക് മാറാൻ സാധിക്കും.